കള്ളും കുപ്പിയിലും സിഗരറ്റ് പാക്കറ്റിലും മ്ലേച്ഛ ഇന്റർനെറ്റിലും എല്ലാം കൈവച്ച ശേഷം ദൈവം നിന്റെ കൂടെ നടക്കുമെന്ന് വിചാരിക്കരുത്. അത് മലിനമായതൊന്നും തൊടുക പോലും അരുത്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം. നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല. ഈ പഠിച്ചു വരും. ഒരു സിനിമാ നടൻ ക്യാൻപെടാൻ വന്നപ്പോൾ പലപ്പോഴും ശരീര കയ്യിൽ നിന്ന് ബന്ധപ്പെടുത്തുകയും, അതുകൊണ്ട് മലിനമായതൊന്നും തൊടുക പോലും അരുത്. ഒരു കാര്യം, the greatest treasure that you can have in your life is God is with us. ഒരു ട്രഷർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു പോകാൻ നോക്കണം. ഒരു ട്രഷർ ഭൂമിയുടെ അടിയിൽ ഏതോ വയലിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി മറഞ്ഞിരിക്കുന്ന വയൽ വാങ്ങുന്നു. ആ ട്രഷർ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നല്ല പ്രസാരം നടത്തി നമ്മൾ പോകുന്ന സമയത്ത്, ദൈവമേ, ഒരു ചെറിയ പാപം ചെയ്തു പോലും നിന്നെ ദ്രോഹിക്കാതിരിക്കാനുള്ള മനസ്സാക്ഷി നൈർമല്യം എനിക്ക് തരണമേ എന്ന് പറഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ പോയി തലയിടരുത്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിലും 119 സങ്കീർത്തനം 130 വാക്യത്തിലാണ് തോന്നുന്നത്, ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി എല്ലാ തിന്മയിൽ നിന്ന് എന്റെ കാലുകളെ ഞാൻ പിൻവലിക്കുന്നു. അതാണ് അനുതാപം എന്ന് പറയുന്നത്. മലിനമായതൊന്നും നീ തൊടുക പോലും അരുത്. രണ്ടാമതായിട്ട് നീ അവരെ വിട്ടിറങ്ങി വരണം. ആരെയാണ്? നീ നിന്റെ കൂട്ടുകാര് പാവ കമ്പനിയാണെങ്കിൽ നീ പാവത്തിൽ വീഴും. അതുകൊണ്ട് കള്ള് കമ്പനിക്കാരെയും അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ നീ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നീ തുടർന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരെ വിട്ടേക്കുക. നിന്റെ വലത് കണ്ണ് പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ കണ്ണ് കുത്തിക്കളയുക, കാലുകൾ ചലിക്കുന്നെങ്കിൽ കാലുകൾ വെട്ടിക്കളയുക. ഇരു കൈയോടും ഇരു കാലോടും കൂടി നരകത്തിൽ പതിക്കുക. എന്താ നരകത്തിൽ പതിക്കുക? ലൂസിങ് ഗോഡ് ഫ്രം യുവർ ലൈഫ്. അതുകൊണ്ട് ദൈവം നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായി വസിക്കാൻ ആഗ്രഹിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ്. അതിന് വില കൊടുക്കുന്ന രണ്ട് കാര്യം. മലിനമായത് കാര്യങ്ങൾ തൊടുക പോലും അരുത്. ഇത് വിചാരിച്ചോണ്ട് ചെറുതാനും ചത്തുകൊണ്ട് പോയിട്ടില്ലേ? ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഇന്റർനെറ്റ് പല സ്ഥലത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പണ്ടില്ലാത്ത രീതിയിലുള്ളവർ ഇന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ 24 മണിക്കൂർ സന്തോഷമുള്ള ആളാണ്. അനങ്ങിയ പാപം ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. എന്റെ പല്ലെല്ലാം കൊഴിഞ്ഞുപോയി ഒന്നും ആവാത്ത പ്രായത്തിലല്ല ദൈവം എനിക്ക് വിശുദ്ധ ജീവിതം നൽകിയത്. 30-33 വയസ്സുള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ നിറം എനിക്ക് നൽകി. ചരിത്രത്തിൽ ആദ്യമായി പാപമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ സ്ത്രീയെ പോലും നല്ല കണ്ണുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെയല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ആസക്തിയുള്ള സ്ത്രീയെ നോക്കുന്നതിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കണമെങ്കിൽ യു ഹാവ് ടു ലീഡ് എ ഹോളി ലൈഫ്. ദെയർ ഈസ് നോ ഷോർട്ട്കട്ട് ഫോർ ദാറ്റ്. പരിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റും. ദൈവം നിന്നെ എല്ലാ സമയങ്ങളിലും കാക്കുവാനും പരിപാലിക്കുവാനും വഴി നടത്തുവാനും സഹായിക്കാനും അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം വർഷിക്കുവാനും കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടെത്തുവാനുള്ള ശ്രമമാണ് നമ്മൾ കുമ്പസാരമുള്ള കൂദാശയിലൂടെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടിക്കടി പാപത്തിന് വീഴാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ദിവ്യ നിറവ് നൽകി ദൈവം നമ്മെ താങ്ങാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഓരോ തരത്തെ ദുർബലതകൾ എല്ലാവർക്കും ഉണ്ട്. ദുർബലതയില്ലാത്ത ആരുമില്ല. എല്ലാ മനുഷ്യരും ദുർബലരാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിന്റെ ദുർബലതയിലാണ് ശൈത്താൻ കയറി കളിക്കുന്നത്. അതേ ദുർബലത തന്നെയാണ് ദൈവവും പ്രവർത്തിക്കുന്നത്. ദുർബലതയിൽ ശൈത്താനും പ്രവർത്തിക്കുന്നു, ദൈവവും പ്രവർത്തിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ഈ ദുർബലത മാറ്റി തരണമെന്ന് ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ദൈവം പറഞ്ഞു, നിന്റെ ദുർബലതയിൽ എന്റെ ശക്തി എന്റെ ശക്തി നിന്നിൽ തികഞ്ഞു വരുന്നു. ഒരു മകന് പേടിയുണ്ടെങ്കിൽ മകൻ എന്ത് ചെയ്യും? അപ്പന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുക. അപ്പ എനിക്ക് പേടിയാവുന്നു. അതുപോലെ നമുക്ക് ദൗർബല്യമുള്ളപ്പോൾ ശക്തനായ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു. ഞാൻ മുന്തിരിയുടെ തായ്തണ്ടും നിങ്ങൾ അതിന്റെ ശാഖകൾ എന്നോട് ഒട്ടി നിൽക്കണം. Abide in me. Abide in me യുടെ ഭാഗമാണ് I have to find time for kneeling down before God. Personal prayer. രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടണോ? You have to have personal prayer. മത്തായി 6:6. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. Do you understand what I talk? No. ഒരു ഭാഗം, one passage, ഒരു അധ്യായമല്ല, ഒരു പാസേജ്. അത് ഒരു വചനം ഏതെങ്കിലും നിന്നെ സ്പർശിക്കാതിരിക്കുകയില്ല. ആ വചനം പോണ വഴിക്ക് വെച്ച് ഓർക്കുക, വീണ്ടും ഒന്ന് ആവർത്തിക്കുക. അങ്ങനെ മനസ്സിൽ ആ വചനം സ്ഥാപിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു. എല്ലാവരും പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നാട്ടിലുള്ളവരെ 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം കർത്താവിന്റെ പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസമാണ്. അന്ന് തിരുവചനം പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. Abide in me. നിനക്ക് എപ്പോഴും ആത്മസന്തോഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ abide in me. Cut off from me, you will dry away. എന്നിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നീ വാടി വരണ്ടു പോകും. നിന്റെ മുഖം നിന്റെ ജീവിതത്തിന്റെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് നീ കർത്താവോട്ട് നിന്റെ മുഖത്ത് തന്നെ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് abide in me എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. Praise the Lord. Hallelujah. To the Lord Jesus Christ. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. അതെങ്ങനെയാണ്? അതിന്റെ അർത്ഥം എന്താ പറയുക? Obey his commandments. രണ്ടാമതായിട്ട് എഫേസോസ് 5:10. കർത്താവിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നീ വിവേചിച്ചറിയണം. ഡിസൈൻ. ഔസേപ്പ് പിതാവ് മാതാവിന്റെ കാര്യത്തില് ഒരു തീരുമാനമെടുത്തു, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കർത്താവിന്റെ മുമ്പിൽ ഡിസൈൻ ചെയ്തു, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഡിസൈൻ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, നീ അവളെ സ്വീകരിക്കാൻ മടിക്കണ്ട. അവൾ ഗർഭവതിയായി തീർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ദൈവം തന്നെ അവനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് റോമർ 8:14 പറഞ്ഞിരിക്കുന്നു. എഴുതപ്പെട്ട വചനം ഇനി മാറ്റി ദൈവം ഞാൻ പറയാനായിട്ട് പോകുന്നില്ല. എഴുതപ്പെട്ട വചനം അവിടെ തന്നെ കിടക്കുകയാണ്. വരുമാനത്തിന്റെ 10% നീ കൊടുക്കണമെന്നുള്ള കൽപ്പനയാണ്. Unless you give 1/10 of your income, you are robbing God. നിങ്ങൾ അതുകൊണ്ട് ദൈവത്തെ റോബ് ചെയ്യുന്നത് കൊണ്ട് ശാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു. ഒട്ടക്കൊട്ടയിൽ വെള്ളം കോരുമ്പോലെ നീ ഓട്ടസഞ്ചിയിലാണ് ശേഖരിക്കുന്നത്, ഒന്നും ഗതി പിടിക്കില്ല. ഒരു സഹോദരി കാര്യങ്ങളാണ്. ആഗോള സഭയുടെ പ്രേക്ഷിത മധ്യസ്ഥ ആരാണ്? ആരാണ്? ഒരാളോട് പറഞ്ഞത് ലിറ്റിൽ തെരേസ ലിസ്യു. ഒരു പൂവർ സിസ്റ്റർ, ധനിയ കുടുംബത്തിൽ ജനിച്ച് കൊച്ചു ചെറുപ്പത്തിലെ തന്നെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. എല്ലാ ദിവസവും അപ്പനും അമ്മയും കുർബാനയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കുർബാനയിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവളുടെ പള്ളിയിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ അവള് കൊച്ചു ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധിയിൽ വളർന്നു. ഏത് ചെറിയ പിള്ളേർക്കും ഈശോയുടെ സ്നേഹത്തില് വിശുദ്ധിയിൽ വളരാൻ പറ്റും. കൊച്ചുരേസ്യ 2 കാര്യങ്ങളാണ് പ്രേക്ഷക വേലയായിട്ട് ചെയ്തത്. ഒരിക്കലും മഠത്തിന് പുറത്തു പോയിട്ടില്ല, ഒരിക്കലും മൈക്കിലൂടെ പ്രസംഗിച്ചിട്ടില്ല, ആരോടും പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിക്കാതെ തന്നെ പ്രേക്ഷതയായി. എന്താ ചെയ്തതെന്നറിയാവോ? അനുദിന ജീവിതത്തിലെ കഷ്ടതകള്
ആവലാതി കൂടാതെ സഹിച്ചു. ഇവിടെ വരുന്നവരെല്ലാം ജോലി കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം കെട്ടിയവരോട് ദേഷ്യപ്പെടുന്നു, കെട്ടിയവർ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നു. നമുക്കൊരു ചെറിയ സഹനം വരുമ്പോൾ നമ്മൾ ആ സഹനം എല്ലാം വലിയവരുടെ തലയെ കൊട്ടുക ചെയ്യുന്നു. വലിയ പ്രേക്ഷിത വേല ചെയ്യാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തരികയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉപകാരസ്മരണ സമർപ്പിക്കണം. കന്നുകാലി മാതിരി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കന്നുകാലി രാവിലെ തൊഴുത്തിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വല്ല ഉപകാരസ്മരണയുണ്ടോ? അങ്ങനെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി നീ ഉപകാരസ്മരണ പറയണം, നന്ദി പറയണം. ഈ ഇന്നസെന്റ് അച്ഛനൊക്കെ കാലനമസ്കാരം ചൊല്ലാറുണ്ട്. ഇന്നുവരെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും യേശുക്രിസ്തു കുരിശിൽ പരിഹാരം പൂർത്തിയാക്കിയതായതുകൊണ്ട് അവിടുത്തെ അനന്ത പരിഹാര യോഗ്യതയിൽ ഈ കുർബാനയിൽ അവർക്ക് നീ പാപമോചനം കൊടുത്ത് നിന്റെ തിരുമുഖം ദർശിക്കുവാൻ സ്വർഗത്തിലേക്ക് അവർ സ്വീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് ക്രിസ്തീയ രാജ്യങ്ങളെല്ലാം ചെലുത്താനിട്ട് പന്താടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അധപ്പതനം ക്രിസ്തീയ രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സും സാത്താന്റെ ആക്രമണവും അത് ചെലുത്താന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വീശിയടിച്ച് ഫ്രാൻസിസ് അസീസിയെ പോലെ പുണ്യവാന്മാരെ ദൈവം ഉയർത്തി, കൽക്കട്ടയിലെ മദർ തെരേസ പുണ്യവാന്മാരെ ഉയർത്തി, സുവിശേഷകരെല്ലാം ഉയർത്തി ജനത്തെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കുർബാന ഫലമില്ലാതെ തീരുന്നത് നമ്മൾ വേണ്ട രീതിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് കുർബാനയ്ക്കായിട്ട് വരുന്നില്ല. ഞാൻ എന്നും സമർപ്പിക്കുന്ന 2 നിയോഗങ്ങളാണ്. മരിച്ചവർക്ക് വേണ്ടി, ജീവനോടിരിക്കുന്ന പാപികളുടെ മനംതിരിവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, ഒരു ദേശത്തെ ജനത്തിന്റെ പാപം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നീക്കിക്കളയും. അതുകൊണ്ട് യെരേമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ദൈവജനത്തെയെല്ലാം ബാബിലോണിയയിലേക്ക് നാട് കടത്തിക്കൊണ്ടുപോയപ്പോൾ യെരേമ്യാ പ്രവാചകൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർക്ക് എഴുത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ മക്കളെ സമയത്ത് വിവാഹം കഴിപ്പിക്കണം, നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകരുത്, നിങ്ങൾ താമസിക്കുന്ന ദേശത്തെ ജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ അഭിവൃദ്ധി നമ്മുടെയും അഭിവൃദ്ധിയാണല്ലോ. ഇംഗ്ലണ്ടിലെ ആൾക്കാരെ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്ത് അവര് മെച്ചപ്പെട്ട സാമ്പത്തിക നിലയായതുകൊണ്ടല്ലേ നമ്മളെല്ലാം ഇങ്ങോട്ട് വന്നത്. അതില്ലായിരുന്നെങ്കിൽ വല്ലവരും കെനിയാക്ക് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദേശത്തെ ജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.